മാർച്ച് 19. വിശുദ്ധരുടെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്ത് വിളിക്കാവുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാൾ സാർവത്രിക സഭയോട് ചേർന്ന് നിന്ന് എളിയ തോതിലെങ്കിലും നാമും ഇവിടെ ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. ഔസേപ്പിതാവ് ലഭിച്ച അവസരങ്ങള് വിജയപ്രദമായ രീതിയിൽ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. വിജയത്തിന്റെ മോഡലായിട്ട് ലോകം പരക്കെ അംഗീകരിക്കുന്ന ഒരു മോഡലല്ല ഔസേപ്പിതാവ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലോകം പൊതുവെ അംഗീകരിക്കുന്ന വിജയത്തിന്റെ മോഡല് നിറഞ്ഞ സാന്നിധ്യവും ആ സാന്നിധ്യത്തിലൂടെ ജനകീയമായ കാര്യങ്ങള് സാധിക്കുന്ന അത്ര ചെയ്യാൻ സാധിക്കുക, ഇതാണ് വിജയത്തിന്റെ മോഡൽ എന്ന രീതിയിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന മോഡൽ. എന്നാൽ വിശുദ്ധ ഔസേപ്പ് ലോകത്തിന് പ്രദാനം ചെയ്യുന്ന മോഡല് ഇതിന് ഒരു ബദൽ മോഡലാണ്. നിറഞ്ഞ സാന്നിധ്യത്തിന് പകരം മറഞ്ഞ സാന്നിധ്യത്തിൽ കൂടെ ജനകീയമായ കാര്യങ്ങൾ കഴിയുന്നത്ര ചെയ്യുക എന്നതിനേക്കാൾ ചെയ്യുന്ന കാര്യങ്ങള് നീതിനിഷ്ഠമായിട്ട് നിർവഹിക്കാൻ ഇടവരിക, നീതി ജീവിതത്തിൽ പുലർത്താൻ ഇടവരിക എന്നുള്ളതിൽ കൂടെ പ്രവർത്തിക്കാൻ ഇടവരുന്ന ഒരു മോഡല്. അപ്പോ മറഞ്ഞിരിക്കുന്ന സാന്നിധ്യത്തിൽ കൂടെ നീതിനിഷ്ഠമായിട്ടുള്ള ഒരു ജീവിത ശൈലി പ്രവർത്തന നിരതമാകുമ്പോ ഉണ്ടാകുന്ന ഒരു ജീവിത വിജയത്തിന്റെ മോഡലാണ് ഔസേപ്പ് ലോകത്തിന് പ്രദാനം ചെയ്യുന്നത്. സുവിശേഷങ്ങളിൽ നാം ഒന്ന് പരതിയാൽ ഉചിതമായ സമയത്ത് ഒക്കെ ഔസേപ്പ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഔസേപ്പിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം, ആ സാന്നിധ്യത്തിലെ ജനകീയമായ കാര്യങ്ങള് വാചാലമാകുന്ന ഒരു ഔസേപ്പിനെ അല്ല നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിന്റെ പകരം മറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യവും ജനകീയമായ കാര്യങ്ങളിൽ വാചാലനാകുന്ന ഔസേപ്പിന് പകരം നീതിനിഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഔസേപ്പിനെയാണ് നമ്മൾ കാണുക. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ നാം വായിച്ചു കേട്ടതിനനുസരിച്ച് ഔസേപ്പ് വാചാലനാകുന്നതായിട്ട് നാം കാണുന്നില്ല. പക്ഷേ ഔസേപ്പ് ആലോചിക്കുന്നു എന്ന് ഔസേപ്പിനെ പറ്റി പറയുന്നു. ഔസേപ്പ് നിശ്ചയിക്കുന്നു എന്ന് ഔസേപ്പിനെ പറ്റി പറയുന്നു. ഔസേപ്പ് പ്രവർത്തിക്കുന്നു എന്ന് ഔസേപ്പിനെ പറ്റി പറയുന്നു. എന്നാൽ വാചാലനാകുന്നു ഔസേപ്പ് എന്ന് ഒരിക്കലും നാം ഔസേപ്പിനെ പറ്റി കേൾക്കുന്നില്ല. ആലോചിക്കുന്ന ഔസേപ്പ്, നിശ്ചയിക്കുന്ന ഔസേപ്പ്, അതിന്റെ ഫലമായിട്ട് പ്രവർത്തിക്കുന്ന ഔസേപ്പിനെ. ഇന്നത്തെ സുവിശേഷത്തിന്റെ തന്നെ അവസാനത്തെ വാക്യമായിട്ട് നാം ഇപ്പോൾ വായിച്ചത് അവന് യേശു എന്ന് നാമകരണം ചെയ്തു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഔസേപ്പിനെ നമ്മൾ കാണുന്നു. ലോകം ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനകീയമായിട്ടുള്ള വാചാലത്വം ഔസേപ്പിൽ കാണുന്നില്ല. ലോകത്തിൽ പൊതുവെ ഇന്ന് വിജയത്തിന്റെ മോഡല് എന്ന രീതിയിൽ പ്രവർത്തനത്തോടുകൂടെ വാചാലതയോടുകൂടെ അത് ജനകീയമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടാൻ ഇടവരിക എന്നുള്ളതാണ് വിജയത്തിന്റെ മോഡലായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ പ്രവർത്തനം ഇല്ലെങ്കിൽ തന്നെ അതിന് പകരമായിട്ട് വാചാലത പോലും ലോകം വിജയത്തിന്റെ മോഡലായിട്ട് അംഗീകരിക്കുന്നു. ജനകീയമായ രീതിയില്, ജനങ്ങൾക്ക് പ്രിയകരമായ രീതിയില് സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തികളെയും വിജയത്തിന്റെ മോഡലായിട്ട് ലോകം അംഗീകരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഔസേപ്പിന്റെ രീതി അങ്ങനെ സംസാരിക്കുന്നതിൽ എന്നതിനേക്കാൾ പ്രവർത്തിക്കുന്ന ആ ഔസേപ്പിനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഔസേപ്പ് മൗനിയായിരുന്നിരിക്കണം എന്ന് വിചാരിക്കേണ്ടതില്ല. ഔസേപ്പ് മിതഭാഷിയായിരിക്കണം. എന്നാൽ ഔസേപ്പ് ആലോചിക്കുന്നു, ഔസേപ്പ് തീരുമാനിക്കുന്നു, ഔസേപ്പ് പ്രവർത്തിക്കുന്നു. ആലോചനയും തീരുമാനവും പ്രവർത്തനവുമാണ് ജീവിതത്തെ വളർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുക എന്നുള്ള ഒരു ബദൽ മോഡൽ ലോകത്തിന് പ്രദാനം ചെയ്യുകയാണ് ഔസേപ്പ് എന്നാണ് എന്റെ ധാരണ. എന്നാൽ ലോകത്തിലെ ഈ മോഡല് പരക്കെ പോപ്പുലർ അല്ല, ജനകീയം അല്ല. ഈ മോഡല് വളരെ കുറച്ചു പേർ മാത്രമേ ഈ മോഡല് ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇടവന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ചരിത്ര സത്യം. ഒരു വ്യക്തിയെ എനിക്കറിയാം.
കേരളത്തിൽ ജനിക്കുകയും കേരളത്തിൽ വളരുകയും കേരളത്തിൽ തന്നെ മരിക്കുകയും ചെയ്ത ആ വ്യക്തി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടാനിടവന്ന CMI സഭയുടെ സ്ഥാപകനായിട്ടുള്ള ചാവറ പിതാവ് ഔസേപ്പ് പിതാവിനോട് വലിയ ഭക്തനായിരുന്നു. ആ ഭക്തി അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തിൽ കാണിച്ചത് എന്ന് പറഞ്ഞാൽ, ഔസേപ്പ് പിതാവ് ലോകത്തിന് നൽകിയ ആ സംഭാവന, ആ വിജയത്തിന്റെ ബദൽ മോഡല് ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുത്ത് അത് സമൂഹത്തിനായിട്ട് നൽകിയവനാണ് ചാവറ പിതാവ് എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. ഞാനിത് പറയാൻ കാരണം, കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പറ്റി സംസാരിക്കുമ്പോൾ ജനങ്ങൾ സാധാരണ രീതിയിൽ നാരായണ ഗുരു സ്വാമിയെ പറ്റിയിട്ടും ചട്ടമ്പ സ്വാമികളെ പറ്റിയും അയ്യങ്കാളിയെ പറ്റിയൊക്കെ വളരെ വീറോടുകൂടെ വാചാലമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ നാരായണ ഗുരുവിന് മുമ്പും ചട്ടമ്പി സ്വാമികൾക്ക് മുമ്പും അയ്യങ്കാളിക്ക് മുമ്പുമൊക്കെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ആഴത്തിൽ പ്രവർത്തിക്കുകയും ഈടുറ്റ സംഭാവനകൾ നൽകുകയും കേരളത്തിലെ ജനതയെ പ്രബുദ്ധരാക്കാൻ വേണ്ടി വളരെ അക്ഷീണം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ചാവറ പിതാവ്. ചാവറ പിതാവ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരായിട്ട് പുറം ലോകം ഇന്നും അംഗീകരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. വാചാലമായിട്ടുള്ള ആ വാചക കസറത്തിന്റെ അഭാവം ചാവറ പിതാവ് അത് കരുതിക്കൂട്ടി തന്നെ ആയിരിക്കുമോ ഈ ഔസേപ്പ് പിതാവിന്റെ മാതൃക ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അത് പറഞ്ഞു നടക്കാതെ അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇടവന്ന ഒരു അതുല്യ വ്യക്തിയാണ് ചാവറ പിതാവ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ലോകം ഇന്നും വളരെ ജനകീയമായിട്ട് പോപ്പുലറായിട്ട് ചാവറ പിതാവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ അതുല്യമായ സംഭാവന ചെയ്തിട്ടുള്ള ആ ഈടുറ്റ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭാശാലിയാണ് ആ ചാവറ പിതാവ് എന്നുള്ളതാണ് സത്യം. ഈ ചാവറ പിതാവ് തുടക്കം വെച്ച സഭയിലെ ഒരു എളിയ മകനാണ്. ഈ ദേവാലയം തന്നെ കല്ലിട്ട ബഹുമാനപ്പെട്ട കാരീഷ്യൂസ് തെക്കേക്കര അച്ഛൻ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. അദ്ദേഹം ഏഷ്യയിൽ തന്നെ വേദപുസ്തകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെ വൈദികനാണ്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു നടക്കുകയോ അദ്ദേഹത്തെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല. അദ്ദേഹം പ്രഗത്ഭനാണ്, വിശുദ്ധനാണ്. പക്ഷെ കനീഷ്യൂസിനെ ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മറഞ്ഞിരിക്കുന്ന വ്യക്തിത്വത്തിൽ കൂടെ നീതിനിഷ്ഠമായിട്ട് പ്രവർത്തിക്കാൻ ഇടവന്ന അതുല്യമായിട്ടുള്ള ഒരു പ്രതിഭയാണ് എന്നുള്ളതാണ് സത്യം. വളരെ വിരളം ആളുകളെ ഔസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ വിജയത്തിന്റെ ബദൽ മോഡല് ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ഇടവരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മൾ രണ്ടു തരം പക്ഷികളെ കണ്ടുമുട്ടുന്നു. കോഴിയുണ്ട്, താറാവുണ്ട്. കോഴി യഥാർത്ഥത്തിൽ മുട്ടയിട്ടാൽ അത് 4 പേരെ അറിയിക്കും. കോഴി അത് കോഴിയുടെ രീതിയാണ്. എന്നാൽ മുട്ട താറാവും വിടുന്നു. ആ താറാവ് മുട്ടയിട്ടാൽ അത് അറിയിച്ചു നടക്കുന്ന ഒരു പ്രകൃതി താറാവിനില്ല. എന്നാൽ സത്യത്തിൽ പറഞ്ഞാൽ കോഴിയിടുന്ന മുട്ടയേക്കാൾ വലുതാണ് താറാവ് ഇടുന്ന മുട്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അറിയാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഔസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിജയത്തിന്റെ ബദൽ മോഡല് മനസ്സിലാക്കാനുള്ള ഉൾവിളി ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ്. കോഴി താറാവാകാനും താറാവ് കോഴിയാകാനും പരിശ്രമിക്കുക അത് ബുദ്ധിശൂന്യമാണ്. പക്ഷേ കോഴി താൻ കോഴിയാണെന്നും താറാവിനെ നിഷേധിക്കാൻ ഇടവരരുതെന്നും താറാവ് താൻ താറാവാണെന്നും അത് കോഴിയെ വഴി പറയുന്നതിനുള്ള അവസരമാണെന്നും നാം ധരിക്കേണ്ടതില്ല. താറാവ് താറാവായിട്ടും കോഴി കോഴിയായിട്ടും തന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം. ചില വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ഔസേപ്പ് പിതാവ് നൽകുന്ന ബദൽ മോഡല് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ആഗ്രഹം തോന്നിയാൽ അതും ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളതിന് ഉറച്ച സാക്ഷ്യമാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഔസേപ്പ് പിതാവിന്റെ ജീവിതം എന്ന് വളരെ ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്റെ സ്വർഗീയ മധ്യസ്ഥനായ ഔസേപ്പ് പിതാവ് ആയതുകൊണ്ടും കൂടെ ഈ ബദൽ മോഡല് എന്റെ ജീവിതത്തിൽ പരീക്ഷിക്കാൻ ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്.